നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം നമ്മുടെ ആ രമ ഇല്ലേ, കുടുംബശ്രീക്ക് വരുന്ന രമയുടെ മകൾ ഇതാ ഒരു പയ്യന്റെ കൂടെ പോയി എന്ന് പറയുന്നത് കേൾക്കാനുണ്ട്. അവന് ആ പെൺകുട്ടി കുറച്ച് ഡേഞ്ചറാന്ന് തോന്നുന്നു. ഇങ്ങനെ റിലേഷനായിട്ട് ഇങ്ങനെ പഠിക്കുന്ന കാലത്തേ ഉണ്ട്. ഇപ്പൊ ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട് ഇത്ര. അപ്പൊ അതിന്റെ കൂടെ പോയി. അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാക്കണ്ട കേട്ടോ. ഇനി എന്തെങ്കിലും നമ്മൾ പറഞ്ഞു എന്നൊക്കെ ആവും കേട്ടോ പിന്നെ പുറത്തേക്ക് വരിക. ഞാൻ അതിലൊന്നും ആളല്ലേ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചങ്ങളൊക്കെ. അതായത് ഇനി നമ്മൾ പറഞ്ഞു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അങ്ങനെയാണ് സംഭവിച്ചോ? ഈശ്വര, നമ്മുടെ ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. ഈശ്വര, ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അവള് വളരെ പോക്കാണ്. ആരോടും പറയരുതിട്ടാ. ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഈ പറയണത്. ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല, പറഞ്ഞിട്ടും ഇല്ല, നമ്മൾ കണ്ടിട്ടും ഇല്ല. ഏയ്, ഞങ്ങൾ ആരോട് ഞങ്ങൾ ആരോടും പറയാനില്ല. ഹലോ, ആ രമേശല്ലേ, നിങ്ങൾ വലുത് അറിയണ്ട? എന്തെങ്കിലും ഒന്ന് അറിയണ്ട? ഇവിടെ എന്താ പറയണതെന്ന് അറിയോ? പെണ്ണുങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാക്കണം, നിങ്ങൾ വലുത് അറിയണ്ട? അപ്പോൾ ദേ ഇപ്പം പറഞ്ഞു കേട്ടുള്ളൂ. എനിക്ക് അവരെന്നല്ല ഏറ്റവും വലുത്, എനിക്ക് എൻ്റെ രമേശാണ് വലുത്. അത് കാരണം അവർ പറയണത് മുഴുവൻ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ നെഞ്ചു പൊട്ടുമായിരുന്നു. പറയണ്ട, എനിക്കൊരു 10 രൂപയുടെ ആവശ്യം വന്നപ്പോൾ അപ്പം അവരൊന്നല്ല എനിക്ക് തന്നതേ. ആരാദ്യം ഗീതെന്നല്ല തന്നത്, എനിക്ക് തന്നത് രമേശയാണ്. അപ്പം എനിക്ക് ഇങ്ങോട്ടല്ല ഇഷ്ടം, എനിക്ക് ഇങ്ങളാ വേണ്ടത്. അത് കാരണം ഞാൻ അവർ പറയണത് മുഴുവൻ ഞാൻ റെക്കോർഡാക്കിയിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്ത് മുഴുവൻ ഞങ്ങൾക്കായിട്ട് ഇട്ട് തരാം. നിങ്ങളതൊന്ന് കേട്ട് നോക്കേട്ടാ. എന്തൊക്കെയാണ് പറയണതൊന്നൊന്ന് കേട്ട് നോക്ക്. എന്താ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്നറിയോ? ഞാനൊന്നും ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. അത്ര സ്വഭാവമാണ് പെണ്ണുങ്ങൾ. എന്താ പെണ്ണുങ്ങളുടെ വർത്തമാനം കേൾക്കൊക്കെ വേണം. ഞാനിങ്ങനെ ഇരുന്ന് ഉറ്റുക്കായിരുന്നു രമേശിനെ പറഞ്ഞു കേൾക്കുമ്പോൾ. എനിക്ക് അത്രയ്ക്കും വിഷമമായിട്ടേ ഞാനിങ്ങനെ ഇരുന്ന് ഉറ്റുക്കായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളോട് പറയാതെ എനിക്ക് അത്രയും സങ്കടമായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ട് നോക്കൂ. എന്റെ കുട്ടിയെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത് അത് ആരൊന്നും അറിയില്ലാന്ന് വിചാരം. റെക്കോർഡ് ഉണ്ട് എന്റെ കയ്യില്. എന്നിട്ട് നിക്കുക തലി നോക്കിയിട്ട് നിങ്ങളോട് ചോദിക്കണേ. ചെല്ലിട്ടാ എന്റെ ഏട്ടൻ വെറ്റിട്ടാണ് ചെല്ലി. പെണ്ണുക്ക് ഇങ്ങനെ കാണിച്ചതിന്റെ പ്രശ്നം പാത്താനെ പോലെ ഇരുന്നിട്ട് നമ്മൾ രണ്ടുപേരും ഒറ്റി കൊടുത്തില്ലേ. ആ ഫോണിൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടില്ലേ, റെക്കോർഡ് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ആ പെണ്ണൂർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണം. പെണ്ണൂരെ ലോക ഇതാ വായത്തൊന്നും ഇതാ നിൽക്കില്ല. ശരിയല്ല. നമ്മളെന്താ ചെയ്യുക? നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡ് അയച്ചു കൊടുക്കും. അവൾ ഇങ്ങനെ ചെയ്യാൻ തീരെ ഞാനും പ്രതീക്ഷിച്ചില്ല.